ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റാണ്. അല്പം എരിവ് കുറച്ചുണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു കട്ട്ലറ്റാണിത്. ശരിക്കും പറഞ്ഞാൽ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. സ്വർഗീയ ഫലം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് വാഴയുടെ ഔഷധ ഗുണങ്ങൾ. ഇതിനായിട്ട് വേണ്ടത് നല്ലൊരു വാഴക്കൂമ്പ് എടുത്ത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെക്കണം. സവാള 3 എണ്ണം, ഇഞ്ചി 1/2 കപ്പ്, കറിവേപ്പില കുറച്ച്, വെളുത്തുള്ളി 1/4 കപ്പ്, ഇതെല്ലാം അരിഞ്ഞ് വെക്കണേ. പച്ചമുളക് 5 എണ്ണം, സോയ ഒരു 200 ഗ്രാം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം. ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് 1 കപ്പ് കടല തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പുഴുങ്ങിയെടുത്ത് വേണമെങ്കിൽ അതെടുക്കാം. രണ്ടിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. ബ്രെഡ് 1 പാക്കറ്റ്, 1/2 കിലോ വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. അപ്പം വാഴക്കൂമ്പ് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് പുരട്ടി വെക്കണം. അതിനുശേഷം നമ്മൾ സോയ നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് ഇട്ടതിന് ശേഷം കോരിയെടുത്ത് നമ്മൾ മാറ്റി വെള്ളം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ ആ വെള്ളമയം മുഴുവൻ മാറ്റി പിഴിഞ്ഞ് തണുത്തിട്ട് മാറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെക്കണം. ഇപ്പോൾ 200 ഗ്രാം സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കുഴഞ്ഞു പോകാതെ പൊടിച്ചെടുത്ത് വെക്കണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് വേണം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ സോയ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 5 കോഴിമുട്ട, 5 or 6 എണ്ണം എടുക്കാം. 5 കോഴിമുട്ട അത് വേണം. പിന്നെ നമുക്ക് വേണ്ട സോയ പൊടിച്ചത്, ഉപ്പ്, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് കട്ട്ലറ്റിന് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എടുത്ത മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇടണം. ആ മുട്ട എല്ലാം മിക്സിയുടെ ജാറിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മൈദ ഉണ്ടെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, മൈദ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ മൈദ കൂടെ അതിലിട്ട് ഒരു ലേശ ഉപ്പ് കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് അതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെക്കണം. നമ്മൾ മുട്ട അടിച്ചെടുത്ത് ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തോല് കളഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് പൊടിച്ചെടുത്താണ് മാറ്റി വെക്കേണ്ടത്. നമുക്ക് 1/2 കിലോ വെളിച്ചെണ്ണയോളം ഇതിനാവശ്യമാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇഞ്ചി അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് വെക്കണം. കറിവേപ്പില അരിഞ്ഞെടുത്ത് വെക്കുക, പച്ചമുളക് അരിഞ്ഞെടുത്ത് വെക്കുക, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം ബ്രെഡ് പൊടിച്ച് വെക്കണം. സോയ പൊടിച്ചത് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി നേരത്തെ വെക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ നല്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി വേണം അടുപ്പിൽ വെച്ച് തീ കത്തിക്കാനായിട്ട്. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അല്ലാന്നുണ്ടെങ്കിൽ അത് ചുവട് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം വെക്കണമെന്ന് പറയുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കരുത് വഴറ്റാനായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഒരു 1/2 കപ്പ് ഇഞ്ചി വേണം. വെളുത്തുള്ളി അതുപോലെ 1/4 കപ്പ് വെളുത്തുള്ളി, പച്ചമുളകും 1/4 കപ്പ് പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് മതി. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വേണം. ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും നമ്മളൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം അതിലേക്കിട്ട് വഴറ്റാനായിട്ട്. കറിവേപ്പില പോലെ തന്നെ നമുക്ക് മല്ലിയിലയും ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് കാണും മല്ലിയില ചേർത്ത് കഴിഞ്ഞു. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള കൂടെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ഒന്ന് ചെറിയ ബ്രൗൺ നിറം വഴണ്ട് വരണേ. അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു ചെറിയ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
വാഴക്കൊമ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തീ ചെറുതായൊന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കണം. വെച്ച് ഒന്ന് വേവാനായിട്ട് വെക്കുക. ഒരു 4 മിനിറ്റൊക്കെ വേകാൻ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് തുറന്നതിന് ശേഷം നമ്മൾ സോയ പൊടിച്ചത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ പൊടികളെല്ലാം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല ആകുമ്പോൾ നല്ല ഒരു മണമാണ്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടും ചിക്കൻ മസാല ഇട്ട് നമ്മൾ ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്താലും മതി. ഇതെല്ലാം നന്നായിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്നും ബ്രെഡ് പൊടി ഒരു കപ്പ് ബ്രെഡ് പൊടി കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കുന്നതിന് പകരം നമുക്ക് 1 കപ്പ് കടല തലേന്ന് വെള്ളത്തിലിട്ട് അത് കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ട് വെള്ളമയമില്ലാതെ പൊടിച്ചെടുത്ത് അത് വേണമെങ്കിൽ നമുക്ക് ഈ കിഴങ്ങിന് പകരം ചേർക്കാം. അപ്പോൾ കൂടുതൽ സമയം കേടാവാതിരിക്കാൻ കടല ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്. കൂടുതൽ സമയം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഈ കട്ട്ലറ്റിൻ്റെ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ എടുത്ത് വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത കൂട്ടെല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതേപോലെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മുടെ മുട്ട അടിച്ച് വെച്ചത്, മുട്ടയും ഒരു ചെറിയ സ്പൂണ് മൈദയും കൂടി ചേർത്ത് അടച്ച് വെച്ചത് ആ ബാറ്ററിൽ മുക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് നമ്മളിത് കുറേശ്ശെ എടുത്ത് മാറ്റി വെക്കണം. കുറച്ച് നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. ഇത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് ഇത് മൂത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ മുട്ട ചേർക്കുന്നതിന് വരെ മുട്ട കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ഇതുപോലെ അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ മുട്ടയിൽ മുക്കുന്നതിന് വരെ കോൺഫ്ലവറിൽ മുക്കി വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എണ്ണയിലേക്ക് പെരിയ വേണം ഇടാൻ, പൊടിഞ്ഞു പോകാതെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു വശം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ മറിച്ചിടണം. അത് മറിച്ചിട്ട് ആ വശം കൂടെ നന്നായിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ നിറം ആയി കട്ട്ലറ്റ് നല്ല പരുവത്തിൽ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് അത് 2 വശവും നന്നായിട്ട് മൂക്കുന്നത് ശ്രദ്ധിച്ചോണം. കരിഞ്ഞു പോവാതിരിക്കണം. നല്ല തീയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ എണ്ണ പിടിക്കും തീ ഒരുപാട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കോരിയെടുത്ത് ആ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചത് മുഴുവനും നമ്മളിങ്ങനെ കോരിയെടുത്ത് എണ്ണ വാലാനുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കട്ട്ലറ്റാണ്. നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നമ്മുടെ ടേസ്റ്റി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്.